എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫെഡറൽ ബാങ്ക് KYC അപ്ഡേഷൻ നിരവധി എൻക്വയറികളാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ചിലർക്ക് OTP വരുന്നില്ല, ചിലർക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്നൊക്കെയുള്ളത്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഒറ്റ മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ അതിനകത്ത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ ആധാറിലും നിങ്ങളുടെ കൊടുത്തിരിക്കുന്ന അക്കൗണ്ട് ഡീറ്റെയിൽസിനകത്തും ഒരേ അഡ്രസ്സ് തന്നെ ആയിരിക്കണം. പേരിലോ ഒന്നും മിസ്മാച്ച് ഉണ്ടാവരുത്. അങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്ക് ഒറ്റ മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ജിമെയിൽ അപ്ഡേറ്റ്, നിങ്ങളുടെ ഒരു ജിമെയിൽ ID നമുക്കിവിടെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ആ ജിമെയിൽ ID കൊടുത്താൽ നിങ്ങൾക്കുള്ള ഗുണം, ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഫെഡറൽ ബാങ്കിൻ്റെ ആപ്പ് ഉപയോഗിക്കുന്നവരും ഫെഡറൽ ബാങ്ക് ഉപയോഗിക്കുന്നവർക്കൊക്കെ അത് വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. പലരും കമൻറ്റായിട്ട് ചോദിക്കാറുണ്ട്, ഞങ്ങൾക്ക് OTP വരുന്നില്ല, അങ്ങനെയുള്ള വിഷയങ്ങളുണ്ട്, മൊബൈലിനകത്ത് OTP വരുന്നില്ല എന്നൊക്കെ ഉള്ളത്. നമുക്ക് ആ ഒരു ജിമെയിൽ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് മാറുന്നതാണ്. നിങ്ങളുടെ OTPകളെല്ലാം നിങ്ങൾക്ക് ജിമെയിലായിട്ട് തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ജിമെയിൽ ID അപ്ഡേറ്റ് ചെയ്യാത്തവർക്കും അത് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. നമുക്ക് ആദ്യം നമ്മുടെ KYC സ്റ്റാറ്റസ് ആണ് ചെക്ക് ചെയ്ത് നോക്കേണ്ടത്. ഫെഡറൽ ബാങ്കിൻ്റെ KYC കംപ്ലീറ്റഡ് ആണോ നോട്ട് കംപ്ലീറ്റഡ് ആണോ എന്നുള്ളത് അറിയണം. അപ്പോൾ അതിനായിട്ട് തന്നെ നമുക്ക് ഗൂഗിളിൽ കയറിയിട്ട് ഫെഡറൽ ബാങ്ക് KYC അപ്ഡേറ്റ് എന്നുള്ളത് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അപ്പോൾ ആദ്യം വന്നിരിക്കുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിങ്ങനെ പേജിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ സ്ക്രോൾ ചെയ്ത് താഴെ വരുമ്പോൾ ആദ്യം നോ യുവർ സ്റ്റാറ്റസ് എന്നുള്ളത് കാണാൻ സാധിക്കും. അടുത്തത് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, നമുക്ക് നോ യുവർ സ്റ്റാറ്റസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് അവിടെ നമ്മുടെ അക്കൗണ്ട് നമ്പറും തൊട്ട് താഴെയുള്ള ക്യാപ്ചയും നമുക്ക് അവിടെ എൻ്റർ ചെയ്ത് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അക്കൗണ്ട് നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത്, അതിന് OTPയുടെ ആവശ്യങ്ങളൊന്നും തന്നെയുമില്ല. അക്കൗണ്ട് നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ താഴെ ക്യാപ്ച എൻ്റർ ചെയ്ത് നിങ്ങളവിടെ ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും, നിങ്ങൾ KYC കംപ്ലീറ്റഡ് ആണെങ്കിൽ കംപ്ലീറ്റഡ് എന്ന് ബ്ലൂ ടിക്കിൽ കാണാനായിട്ട് സാധിക്കും. ഇൻകംപ്ലീറ്റഡ് ആണെങ്കിൽ അവിടെ റെഡ് ഇങ്കിൽ ഇൻറ്റു ആയിട്ട് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഇൻറ്റു ആയിട്ട് കാണിച്ചിട്ടുള്ളവർ നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നേരെ ബാക്കിലേക്ക് വരിക. നോ യുവർ സ്റ്റാറ്റസ് എന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടിരുന്നു. അതിൻ്റെ തൊട്ടപ്പുറേ KYC അപ്ഡേറ്റ് ഓൺലൈൻ എന്നുള്ളത് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറാണ്. ആ ബാങ്ക് അക്കൗണ്ട് നമ്പർ അവിടെ എൻ്റർ ചെയ്യുക. തൊട്ട് താഴെയുള്ള ക്യാപ്ച അവിടെ എൻ്റർ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ നെക്സ്റ്റ് പേജിലേക്ക് പോവുക. നെക്സ്റ്റ് പേജിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ കസ്റ്റമർ ID നമ്പർ ഓൾറെഡി ജനറേറ്റഡ് ആണ്. അപ്പോൾ കസ്റ്റമർ ID നമ്പർ അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ വീണ്ടും അവിടെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ എൻ്റർ ചെയ്തുകൊണ്ട് നോ യുവർ കസ്റ്റമർ IDയുടെ സാറെ ക്ലിക്ക് ചെയ്യുക എന്നുള്ളതുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അടുത്ത പേജിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കൊരു OTP ആണ് അവിടെ വരുന്നത്. ആ OTP നമ്മുടെ ഫോണിലേക്ക് വരും. ആ OTP അവിടെ സബ്മിറ്റ് ചെയ്യുക. കുറച്ച് ഡിലേ ഉണ്ടാവും, ഇതിന് ബാങ്കിൻ്റെ ഒക്കെ OTP വരാനായിട്ട് കുറച്ച് ഡിലേ ഉണ്ടാവും. എന്തായാലും ആ OTP അവിടെ വരും. ആ OTP വന്ന സമയത്ത് നമുക്ക് അവിടെ എൻ്റർ ചെയ്തുകൊണ്ട് തന്നെ അതവിടെ സബ്മിറ്റ് ചെയ്യാം. സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് അവിടെ കാണിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് യെസ് ദിസ് ഈസ് കറക്റ്റ് എന്നുള്ളത്. കാരണം വെച്ചാൽ നമ്മൾ ഫയലൊന്നും അപ്ലോഡ് ചെയ്യുന്നില്ല, നിങ്ങളുടെ ഡേറ്റാസ് എല്ലാം കറക്റ്റ് ആണ്, നിങ്ങളുടെ ബാക്കിയുള്ള അഡ്രസ്സും കാര്യങ്ങളും എല്ലാം കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ യെസ് ദിസ് ഈസ് കറക്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നമ്മുടെ കോളം ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ സബ്മിറ്റ് ചെയ്യാം. സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത പേജിലേക്ക് വരുന്നത് നിങ്ങളുടെ KYC സക്സസ്ഫുൾ ആയിട്ട് രജിസ്റ്റർ ആയിട്ടുണ്ട്, 3 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങൾക്കിത് റെഡിയായി കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് 3 വർക്കിംഗ് ഡേയ്സ് ഒന്നും വേണ്ട, ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ നമ്മുടെ KYC അവിടെ അപ്ഡേറ്റ് ആവുന്നതാണ്. സാധാരണഗതിയിൽ KYC റെഡി ആയിട്ടില്ലെങ്കിൽ നമ്മുടെ ഫെഡ് മൊബൈൽ അങ്ങനെയുള്ള ആപ്പുകളൊന്നും തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെ കാണുന്നവർ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് വിടുക. നമുക്ക് ഒറ്റ മിനിറ്റ് കൊണ്ട് തന്നെ ഈ KYC അവിടെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയാണ്. അത്രയും സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ തിരുത്തൽ ഉണ്ടാവണം അല്ലെങ്കിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെയുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ ആവശ്യമുള്ള രേഖകൾ അവർ പറയുന്നത് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത കോപ്പി മാത്രമേ അവിടെ അപ്ലോഡ് ചെയ്യാവുള്ളൂ, അല്ലാത്തത് വെരിഫൈ ചെയ്യില്ല. സെൽഫ് അറ്റസ്റ്റ് ചെയ്ത കോപ്പി നിങ്ങൾക്ക് അവിടെ സബ്മിറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സുകളെല്ലാം കറക്റ്റാക്കി അതെല്ലാം അതിനകത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് അതെല്ലാം നമുക്ക് അവിടെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന കോപ്പി സെൽഫ് അറ്റസ്റ്റഡ് ആയിരിക്കണം എന്ന് മാത്രം. അപ്പോൾ അത്രയും സിമ്പിളായിട്ട് തന്നെ നമുക്ക് KYC അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ജിമെയിൽ ID നമുക്ക് ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഗൂഗിളിൽ കയറിയിട്ട് ഫെഡ് പോയിന്റ് എന്നുള്ള സെർച്ച് ചെയ്യുക. ഫെഡ് പോയിന്റ് സെർച്ച് ചെയ്ത സമയത്ത് നമുക്ക് ആദ്യം വന്നിരിക്കുന്നത് ഫെഡ് പോയിന്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഫെഡ് പോയിന്റ് വെബ്സൈറ്റിലേക്കാണ് ഓപ്പൺ ആയിരിക്കുന്നത്. അവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് നോമിനി മാറ്റാം, നമ്മുടെ ഡെബിറ്റ് കാർഡ് ചേഞ്ച് ചെയ്യാം, നമ്പർ ചേഞ്ച് ചെയ്യാം, ഡെബിറ്റ് കാർഡ് പുതുതായിട്ട് അപേക്ഷിക്കാം, അങ്ങനെ 100 കണക്കിന് ഓപ്ഷൻ അവിടെ ഉണ്ട്. അവിടെ ജിമെയിൽ ID അപ്ഡേറ്റ് എന്നുള്ളത് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു പേജിലേക്കാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ, മൊബൈൽ നമ്പർ, കസ്റ്റമർ ID ഈ 3 കാര്യം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അത് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ നിങ്ങൾക്ക് ഏതാണ് കയ്യിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആദ്യം അവിടെ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നത് എൻ്റെ അക്കൗണ്ട് നമ്പറാണ്.
എൻ്റെ അക്കൗണ്ട് നമ്പർ ആദ്യം അവിടെ ഞാൻ എൻ്റർ ചെയ്തു. അപ്പോൾ നമ്മൾ അക്കൗണ്ട് നമ്പർ ഏതാണ് നമ്മൾ വേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്തിട്ടാണ് അവിടെ കൊടുക്കേണ്ടത്. അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്തു. തൊട്ട് താഴെയുള്ള ക്യാപ്ച അതുപോലെ തന്നെ അവിടെ എൻ്റർ ചെയ്തു. അത് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണിലേക്ക് ഒരു OTP വരും. ആ OTP അവിടെ എൻ്റർ ചെയ്യുക. ആ OTP എൻ്റർ ചെയ്ത ശേഷം നമ്മുടെ ഡെബിറ്റ് കാർഡ് ഡീറ്റെയിൽസ് ആണ് അവിടെ കാണാൻ സാധിക്കുന്നത്. ആ ഡെബിറ്റ് കാർഡിൻ്റെ അവിടെ ടിക്കറ്റ് കൊടുത്തുകൊണ്ട് തന്നെ നമ്മുടെ എക്സ്പയറി ഡേറ്റ്, എക്സ്പയറി മന്ത് അതെല്ലാം അവിടെ കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ATM കാർഡ് പിൻ നമ്പർ അവിടെ സബ്മിറ്റ് ചെയ്യുക. പിന്നെ അവിടെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ അവിടെ സബ്മിറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത പേജിലേക്ക് നെക്സ്റ്റ് കൊടുക്കുക. കൊടുക്കുന്ന സമയത്ത് നമുക്ക് Gmail ID അപ്ഡേഷൻ ഓപ്ഷനിലേക്ക് വരും. ഒരു Gmail ID അവിടെ ഉണ്ട്. നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്യാനാണെങ്കിൽ അല്ലെങ്കിൽ പുതുതായിട്ട് Gmail ID ആഡ് ചെയ്യാനാണെങ്കിൽ അവിടെ നിങ്ങളുടെ Gmail ID എൻ്റർ ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ Gmailലേക്ക് ഒരു OTP വരും. ആ OTP നമ്മളവിടെ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ Gmail ID സക്സസ്ഫുൾ ആയിട്ട് രജിസ്റ്റർ ആയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ മെയിലും എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മുടെ ഈ Gmailലേക്ക് എത്തുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോൺ OTPകളോ ഒന്നും ആവശ്യം വരുന്നില്ല. നിങ്ങളുടെ Gmailലേക്ക് ഈ OTPകളെല്ലാം എത്തുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വഴി തന്നെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ചും മറ്റ് രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന ബാങ്കുകൾ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇത് വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഈ Gmail ID അപ്ഡേഷൻ. അപ്പോൾ ആ Gmail IDയിലൂടെ തന്നെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് തന്നെ ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുള്ളതേ ഉള്ളൂ. നിങ്ങളത് മനസ്സിലാക്കി ചെയ്യുക. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.